കൗണ്ടിംഗ് അപ്ഡേറ്റ്സ് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ലീഡ് 2000-ന് മുകളിൽ 30 എന്തും സംഭവിക്കാം ഈ സീറ്റുകളിൽ എന്നുള്ളതാണ്. ഇനി ഒരു പക്ഷേ 3-4 റൗണ്ടുകൾ കൂടി മാത്രമേ എഴുതിത്തള്ളാനുള്ളൂ. ബി.ജെ.പി. ദില്ലിയിൽ ആഹ്ലാദ പ്രകടനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി ആത്മവിശ്വാസം പ്രകടിപ്പിച്ച 50 കിട്ടുമോ? അതായത് അവിടുത്തെ 7 ലോക്സഭാ സീറ്റുകളിലെയും എംപിമാർക്ക് അവരുടെ മണ്ഡലങ്ങളിലെ പരമാവധി നിയമസഭാ സീറ്റുകൾ സ്വന്തമാക്കണമെന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. അതവർ ആ ഒരു ടാലി അവർ ഒപ്പിക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ദില്ലിയിൽ 6 നിയമസഭാ സീറ്റുകളിൽ ലീഡെടുക്കാൻ ബി.ജെ.പിക്ക് കഴിയുന്നു. അവിടെ 4 ആകുന്നു. നോർത്ത് വെസ്റ്റിലാണ് ബി.ജെ.പി. ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് പോകുന്നത്. 9 സീറ്റുകളിൽ ബി.ജെ.പിക്ക് ലീഡ്, ആം ആദ്മിക്ക് 1 സീറ്റ് ലീഡ്. അതാണ് നോർത്ത് വെസ്റ്റ് ദില്ലി ലോക്സഭാ മണ്ഡലത്തിൽ. ന്യൂഡൽഹിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബി.ജെ.പിക്ക് 6 സീറ്റുകളിൽ ലീഡ്, ആം ആദ്മി പാർട്ടിക്ക് 4 സീറ്റുകളിൽ നിയമസഭാ സീറ്റുകളിൽ ലീഡ് എന്ന രീതിയിലാണ് ദില്ലിയിലെ 10 നിയമസഭാ സീറ്റുകൾ കിടക്കുന്നത്. ഇപ്പോൾ ബി.ജെ.പി. ഓക്കെ, വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ് വീരേന്ദ്ര സച്ദേവും ടീമും. ഒപ്പം ദില്ലി ബി.ജെ.പി. ഓഫീസിൽ വലിയ ബാൻഡ് മേളമുണ്ട്. ഒന്നാമത്തെ കാര്യം, ബി.ജെ.പി. അധ്യക്ഷൻ, സംസ്ഥാന അധ്യക്ഷൻ അന്ന് എക്സിറ്റ് പോൾ ഫലം വന്ന സമയത്ത് തന്നെ ഇത് മാത്രമല്ല, ഇത് തുടക്കം മുതൽ തന്നെ ദില്ലി ഓഫീസിൽ LED ഒക്കെ ഇട്ട് വളരെ കൃത്യമായ അവർ ഉറപ്പിച്ച മട്ടിലായിരുന്നു ഇന്നത്തെ. പുറമേക്ക് പറഞ്ഞില്ലെങ്കിലും ആം ആദ്മി പാർട്ടിക്കും അറിയാമായിരുന്നു തോൽക്കുമെന്ന്. അല്ലെങ്കിൽ അവർ LED ഓൺ ചെയ്തിട്ടേ പ്രവർത്തകർ വന്നേ. അതെ, പ്രവർത്തകരുണ്ടായിരുന്നില്ല. ദില്ലിയിലെ ആം ആദ്മി പാർട്ടിയുടെ ഓഫീസിൽ ഒരു മരണവീട് പോലെയായിരുന്നു. അവിടെ മാധ്യമപ്രവർത്തകരാണ് കൂടുതലും ഉണ്ടായിരുന്നത്. ഇന്ന് അക്ഷരാർത്ഥത്തിൽ അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ 5 വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാട്ടിയെന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയും തീർച്ചയായിട്ടും ഉണ്ടാവാം. മാത്രമല്ല, ഏറ്റവും കൂടുതൽ പണം വിതരണം വസ്ത്രം ഇതൊക്കെ വിതരണം ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വെക്കുമ്പോൾ പരാതികൾ കേട്ടിട്ടില്ല, പകരം ബി.ജെ.പിയുടെ പരാതികളിൽ നടപടി ഉണ്ടായി. ഇതൊക്കെ അനുസരിച്ച് ബി.ജെ.പി. ഓഫീസിന് പുറത്ത് നിലവിലെ ഒരു വോട്ടെണ്ണൽ ഫലം കൂടി വന്നിട്ടുണ്ട്. 56,138 വോട്ടർമാരുമായി, പ്രേക്ഷകരുമായി റിപ്പോർട്ടറിന്റെ കുതിപ്പ് തുടരുകയാണ്. തൊട്ടടുത്തുള്ള എതിർ സ്ഥാനാർത്ഥിക്ക് 38,418 പ്രായം കൂടുതലുള്ള തൊട്ടടുത്തുള്ള എതിർ സ്ഥാനാർത്ഥിക്ക്. ഓക്കെ, എന്തായാലും കണക്കുകൾ നമ്മളോട് പറയുന്നതനുസരിച്ച് ഇവിടെ ആരെ തോൽപ്പിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒറ്റ കാര്യം നമുക്ക് പറയാം, ബി.ജെ.പിയുടെ കൃത്യമായ സ്ട്രാറ്റജി വിജയിച്ചിരിക്കുന്നു. 3 തരം സ്ട്രാറ്റജി അവർ ഉപയോഗിച്ചു. സമയമെടുത്തുള്ള സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജിയിൽ ഒന്ന്, അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതിച്ഛായ തകർക്കണം. ഏത് കാരണം പറഞ്ഞാണോ ഒരു നേതാവായ അദ്ദേഹം ഉയർന്നു വന്നത്, ആ കാരണം തന്നെ അദ്ദേഹത്തിന്റെ പതനത്തിലും, അതായത് അഴിമതി വിരുദ്ധനായി വരുന്നു, അരങ്ങേറ്റം അഴിമതിക്കാരനായി. എക്സാക്ട്ലി. ഒരു മഫ്ലറും ചുറ്റി വാഗണാർ കാറിൽ വന്നിറങ്ങി ലോക് ജൻപാൽ ബില്ലിനു വേണ്ടി ആ തണുപ്പത്ത് അണ്ണാ ഹസാരയുടെ ഒപ്പമിരുന്ന അരവിന്ദ് കെജ്രിവാൾ എന്ന ഒരു ചെറിയ മനുഷ്യൻ ഒരു സാധാരണക്കാരനായി ജനങ്ങൾക്കൊപ്പം അലിഞ്ഞു ചേർന്നതാണ് ആം ആദ്മി പാർട്ടിയുടെ വിനീതമായ തുടക്കം. ആ തുടക്കത്തിന്റെ തലയ്ക്കു തന്നെയാണ് ബി.ജെ.പി. അടിച്ചത്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലാവുന്നു. ജയിലിൽ നിന്ന് ഭരിക്കുന്ന നാടകീയ സംഭവങ്ങൾ ഉണ്ടാവുന്നു. ഒടുവിൽ ജനവികാരം തിരിച്ച് ആകുമെന്ന ഘട്ടത്തിൽ അതിശയ ഭരണം ഏൽപ്പിക്കുന്നു. അപ്പോൾ ആദ്യം പ്രതിച്ഛായ പരാജയപ്പെടുത്തി. രണ്ടാമത് യമുനയിൽ അടക്കമുള്ള അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രോമിസുകൾ, ഗവേണൻസിനെയാണ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. യമുനയിൽ ഇറങ്ങി കുളിക്കും, യമുനയിലെ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞിട്ട് അവസാനം യമുനയിൽ വിഷം കലക്കുന്നത് ഹരിയാനയാണെന്ന് പറഞ്ഞത് നല്ല രീതിയിൽ വൃത്തിക്ക് തിരിച്ചടിച്ചിട്ടുണ്ട്. അത് അമിത് ഷാ വളരെ വ്യക്തമായ ക്യാമ്പയിനിലേക്ക് കൊണ്ടുവരികയും രാഹുൽ ഗാന്ധിയും പറഞ്ഞു. ഹരിയാനയുടെ മകൻ എന്ന് പറഞ്ഞ അരവിന്ദ് കെജ്രിവാൾ ഹരിയാന വിഷം ചാലിച്ചു എന്ന് പറഞ്ഞത് ശരിയായില്ല എന്ന് അമിത് ഷായുടെ ക്യാമ്പയിൻ. അപ്പോൾ ഭരണത്തെ, ഗവേണൻസിനെ മുന്നിൽ നിർത്തിയുള്ള രണ്ടാമത്തെ പ്രചരണം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജി, എല്ലായിടങ്ങളിലും കോൺഗ്രസ് ശക്തമായ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ബി.ജെ.പി. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തന്നെ മുസ്തഫാബാദ് അടക്കമുള്ള വിഷമമുള്ള ഒരു കാര്യം പറയട്ടെ. കോൺഗ്രസിന് പ്രതീക്ഷിച്ച വോട്ട് ശതമാനത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. 5.4 ഇതുവരെ. അപ്പോൾ കോൺഗ്രസ് കാര്യമായി പെർഫോം ചെയ്തു തുടങ്ങിയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ പെർഫോം ചെയ്തു. 4-ൽ നിന്ന് 5.6. 1%. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 8% കോൺഗ്രസ് വളരാനുള്ള സാധ്യതയെ നമ്മൾ കാണുന്നുള്ളൂ. 8% പക്ഷേ അതൊരു സ്പോയിലറായി വിവിധ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം കുറച്ചിട്ടുണ്ടോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. ഓരോ മണ്ഡലത്തിലെയും ഭൂരിപക്ഷത്തിന്റെ കണക്ക് നമുക്ക് എടുത്ത് പരിശോധിക്കേണ്ടി നന്നായി കോൺഗ്രസ് അവിടെ പറയുകയും ചെയ്തല്ലോ, അവിടെ അതിഷി തോൽക്കണം എന്ന് തന്നെ കോൺഗ്രസ് പറയുകയായിരുന്നു. ഈ അജയ് മാക്കൻ എന്ന് പറഞ്ഞ ഒരു നേതാവല്ലാതെ അവിടെ കോൺഗ്രസിന് എടുത്തു കാട്ടാൻ ഒരു നേതാവുണ്ട്. ആകെ സന്ദീപ് ദീക്ഷിതാണ്. ആ സന്ദീപ് ദീക്ഷിത്ത് വളർന്നു വരുന്നതേ ഉള്ളൂ. സന്ദീപ് ദീക്ഷിത്ത് പറഞ്ഞത് ഒരു മുഖ്യമന്ത്രി ഫേസ് ആയിട്ട് കോൺഗ്രസ് എടുത്തു കാട്ടാൻ ആഗ്രഹിച്ചൊരു ഫേസ് ആയിരുന്നു സന്ദീപ് ദീക്ഷിത്തിൻ്റെത്. പക്ഷേ സന്ദീപ് ദീക്ഷിത്ത് ഇപ്പോൾ 3ാം സ്ഥാനത്ത്. പക്ഷേ ഒറ്റയ്ക്ക് മത്സരിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തും മുൻപ് കോൺഗ്രസിന് അവരൊരു ബേസ് ഉണ്ടാക്കുക എന്ന നടപടികളിലേക്കൊന്നും പോയിട്ടില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ ഇവിടെ ഇപ്പോഴും ഒരു സാധ്യത ആപ്പിന് വളരാൻ കിടക്കുന്നത് 1000-ൽ താഴെ ലീഡുള്ള 6 സീറ്റുകൾ. 6 സീറ്റുകളിൽ ബി.ജെ.പിക്ക് ലീഡ് വളരെ കുറവാണ്. ഈ 42-ൽ 6 സീറ്റുകൾ. പക്ഷേ അത് പൂർണ്ണമായിട്ടും അറിയില്ല. 1000
വോട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും അറിയണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ ട്രെൻഡ് അവിടെ വരണം. ആ ട്രെൻഡ് ഇനി അവിടെ വരണം. കാര്യം ഏതെങ്കിലും ബൂത്തുകൾ മാറണമല്ലോ. ഡൽഹിയൊക്കെ നമുക്കറിയാവുന്നതുപോലെ ഏതെങ്കിലും ഒരു ബൂത്തിലെ കൽക്കാജിയൊക്കെ രമേശ് ബിദുരി ഉറപ്പിച്ചു. അതൊരു വലിയ പരാജയമായിരിക്കും അതിർഷിയെ സംബന്ധിച്ച്. അത് എനിക്ക് തോന്നുന്നു ഈ അതിർഷി പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ ആം ആദ്മി പാർട്ടിയുടെ ഭരണത്തിനെതിരെയുള്ള വികാരമാണ്. പരാജയപ്പെടുകയാണ്. പക്ഷേ അതിർഷി ഏറ്റവും മികച്ച മന്ത്രിമാരിൽ ഒരാളായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നന്നായി ഗവേഷണം നടത്തി, നന്നായി ബിജെപി വേട്ടയാടിയ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ കൂടിയാണ് അതിർഷി. അവസാന ദിവസം പ്രചാരണത്തിന് അവസാന ദിവസം പോലും കേസെടുക്കുകയും സ്വാതി മാലിവാളിനെ പോലെയുള്ള നേതാക്കൾ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് നടത്തിയ പ്രതിഷേധങ്ങളൊക്കെ ആ അർത്ഥത്തിൽ സ്വാതി മാലിവാളിനെ മർദ്ദിച്ചു എന്നുള്ള വിഷയമൊക്കെ അത് ആം ആദ്മി പാർട്ടി, അതായത് ഒരു സ്ത്രീകളെ മുൻനിർത്തിക്കൊണ്ട് വിജയത്തിലേക്ക് എത്തിയതിനു ശേഷം സ്വാതിയോട് ചെയ്തത് എന്താണ്, ആ സ്വാതിയെ മുൻനിർത്തി നടത്തിയ നീക്കങ്ങളൊക്കെ വലിയ രീതിയിൽ ഇമ്പാക്ട് ഉണ്ട്. മാത്രമല്ല അതിനൊന്നും കൃത്യമായ ഒരു മറുപടി ആപ്പിന് പറയാനും പറ്റില്ല. യെസ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് മറുപടി പറയേണ്ട ആളുകൾ പലപ്പോഴും ജയിലാവുകയും അതിർഷി വന്ന് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയും അതിർഷിയും സ്വാതി മല്ലാനയും തമ്മിലുള്ള സംവാദമായിട്ട് അത് മാറുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ്. 30-40 എന്ന നിലയിലേക്ക് ആം ആദ്മി പാർട്ടി സാവധാനം ഒരു ഇഞ്ചോടിഞ്ച് നിലവിലെ അവരുടെ വോട്ട് ശതമാനത്തിലെ അന്തരം എന്ന് പറയുന്നത് 5% മാത്രമാണ്. അതായത് ആം ആദ്മി പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ എഴുതിത്തള്ളാൻ കഴിയാത്ത പാർട്ടിയാണ് എന്ന് വീണ്ടും തെളിയിക്കുന്നു. എഴുതിത്തള്ളാറായിട്ടില്ല, പക്ഷേ നേതാവ് പ്രധാനപ്പെട്ട നേതാവിന്റെ ഭാവിയാണ് അറിയേണ്ടത്. കേജ്രിവാൾ എന്ന നേതാവിന് എത്രത്തോളം ഇനി കാരണം സ്വീകാര്യതയുണ്ട്. ശരിയാണ് മാഡം പറഞ്ഞ പോലെ മൂന്നാമത്തെ റൗണ്ട് വോട്ട് എണ്ണി കഴിയുമ്പോഴും 343 വോട്ടിന്റെ 349 വോട്ടിന്റെ ഒക്കെ ലീഡ് മാത്രമാണ് 3 റൗണ്ട് കഴിയുമ്പോൾ. അതുവരെയും 7000 വോട്ടിന് പിന്നിലായിരുന്നു എന്ന് കൂടി ഓർക്കണം. അപ്പോൾ നോക്കൂ, ഈ തിരിച്ചുവരവിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വോട്ടിംഗ് ശതമാനം ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കേവലം 5% വ്യത്യാസം മാത്രമാണ് ബിജെപിയും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വലിയ രീതിയിൽ സാന്നിധ്യമുണ്ടാക്കുമെന്ന് കരുതിയ കോൺഗ്രസിന് 6% താഴെ വോട്ടാണ് നിലവിൽ കിട്ടിയിരിക്കുന്നത്. ഒരു പക്ഷേ 7-8% കോൺഗ്രസ്. പക്ഷേ അതിലെ ഒരു കൗതുകമുള്ള കണക്ക് കോൺഗ്രസിന് കിട്ടിയ 5%